കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മുടെ ലൈഫിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടായിട്ട് മൊബൈൽ ഫോൺസ് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഫോൺ ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. 9 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 8 പേർക്കും മൊബൈൽ ഫോൺസ് ഉണ്ടാവും. അതും സ്മാർട്ട് ഫോൺ ആയിരിക്കും. മൊബൈൽസും ഏറെ സ്മാർട്ടായി കഴിഞ്ഞു. ഇപ്പം മുൻനിരയിലുള്ള ഒരുപാട് ബ്രാൻഡ്സും അതിൻ്റെ ഒപ്പം തന്നെ പുതിയ കുറേ കമ്പനീസ് മികച്ച ഫീച്ചേഴ്സ് ഉള്ള മൊബൈൽസും കൂടി കൊണ്ടുവന്നപ്പം വലിയൊരു കോമ്പറ്റീഷൻ തന്നെയാണ് മൊബൈൽ സ്മാർട്ട് ഫോണിന്റെ വിപണിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സാധാരണക്കാരനായിട്ടുള്ള ഒരാള് ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും ഏത് ഫോൺസ് എടുക്കണമെന്ന്. പണ്ടൊക്കെ നമ്മൾ കോളിംഗ്, മെസ്സേജിങ് അതിന് മാത്രമാണ് ഫോൺസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം അതിന്റെ ഫീച്ചേഴ്സ് ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റ, വാട്സാപ്പ്, ഫേസ്ബുക്ക് അതുപോലെ ഒരുപാട് ആപ്സ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മൊബൈൽ ഫോൺസ് തന്നെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഫോണിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഫോൺസ് എന്ന് പറയുമ്പം സ്പെഷ്യലി സ്മാർട്ട് ഫോൺസ്. പക്ഷെ സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ വേണ്ടി ഒരാൾ പോവുകയാണെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ബാറ്ററിക്ക് കുറച്ചുകൂടി നല്ല ബാറ്ററി പെർഫോമൻസ് ഉള്ള മികച്ച ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോൺ സെലക്ട് ചെയ്യാന്നുള്ളത് വളരെ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബ്രാൻഡ്സിന്റെ ഒരുപാട് ഡിഫറെന്റ് ഫീച്ചേഴ്സ് ഉള്ള പ്രോഡക്ട്സ് ഇപ്പം മാർക്കറ്റിലുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് 10,000 rupees 10,000 താഴെ വരുന്ന 5 4G സ്മാർട്ട് ഫോൺസിനെയാണ്. പരിചയപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ പറയാണ്, ആപ്പിളിന്റെ ഐഫോണിന്റെ ഒന്നും പെർഫോമൻസ് ആരും പ്രതീക്ഷിക്കരുത്. ഈ ഒരു റേഞ്ചില് നല്ല പെർഫോമൻസ്, നല്ല ഫീച്ചേഴ്സ് ഉള്ള ഫോൺസ് ആണ്. ബാക്കി കാര്യങ്ങൾ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഷവോമി റെഡ്മി 4 2014 ജൂലൈയിൽ ഇന്ത്യൻ വിപണിയിലെത്തിയ ഷവോമി ഇന്ന് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ സ്മാർട്ട് ഫോൺ കമ്പനിയായി വളർന്നിരിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യൻ ഓൺലൈൻ വിപണിയിൽ ഏറ്റവും വിൽപ്പനയുള്ള സ്മാർട്ട് ഫോൺ ബ്രാൻഡായും ഷവോമി മാറി. ഇടനിലക്കാരെ ഏതാണ്ട് പൂർണ്ണമായി ഒഴിവാക്കിയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. അതോടെ വിതരണ ചിലവ് കുറഞ്ഞു, പ്രവർത്തന ചിലവും കുറവാണ്. അതുകൊണ്ടാണ് നല്ല പെർഫോമൻസ് ഉള്ള മൊബൈൽ ഫോൺസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ മാർക്കറ്റിലെത്തിക്കാൻ ഷവോമിക്ക് സാധിക്കുന്നത്. ഇപ്പോൾ ഷവോമി റെഡ്മി 4ന്റെ 3 മോഡലുകൾ വിപണിയിൽ എത്തിയിട്ടുണ്ട്. 2GB റാം, 16GB സ്റ്റോറേജ് എന്ന ബേസ് വേരിയന്റ് ആണ് ഇപ്പോൾ ആമസോണിൽ നിന്നും 6,999 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്നത്. 3GB റാമും 32GB സ്റ്റോറേജുമുള്ള മറ്റൊരു വേരിയന്റിന്റെ വില വെറും 8,999 രൂപയാണ്. 4GB റാം, 64GB സ്റ്റോറേജ് എന്നിവയോടെത്തുന്ന ഉയർന്ന വേരിയന്റ് ജൂൺ അവസാനത്തോടെ ലഭ്യമാകും. 10,999 രൂപയാണ് ഈ മോഡലിന്റെ വില. സ്വൈപ്പ് എലൈറ്റ് സ്റ്റാർ 4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ, ആൻഡ്രോയിഡ് മാർഷ്മാലോ 6.0ലാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. 1.5 GHz മീഡിയാടെക് ക്വാഡ് കോർ പ്രോസസ്സറാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. 5 MB പ്രൈമറി ക്യാമറയും കൂടാതെ 1.3 MB ഫ്രണ്ട് ക്യാമറയുമാണ് ഈ മൊബൈലിൽ ഉള്ളത്. 1 GB റാം കൂടാതെ 16 GB സ്റ്റോറേജ് ഈ ഫോണിൽ ഉണ്ട്. 2000 mAh ബാറ്ററി ലൈഫ് ഇതിനുണ്ട്. റെഡ്മി 4 പ്രൈം 5 ഇഞ്ചിന്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് റെഡ്മി 4 പ്രൈമിനുള്ളത്. 920x1080 പിക്സൽ റെസല്യൂഷൻ ആണ് ഈ ഫോണിൽ ഉള്ളത്. സ്നാപ്ഡ്രാഗൺ 625 പ്രോസസർ കൂടാതെ ആൻഡ്രോയിഡ് 6.0 മാർഷ്മാലോയിലാണ് ഇതിന്റെ പ്രവർത്തനം. 3 GB റാം കൂടാതെ 32 GB സ്റ്റോറേജ് ഇതിലുണ്ട്. 13 മെഗാപിക്സലിന്റെ പിൻ ക്യാമറയും 5 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയുമാണ് ഈ ഫോണിൽ ഉള്ളത്. ഇതിന്റെ വിപണിയിലെ വില 10,999 രൂപയാണ്. മോട്ടറോള മോട്ടോ E3 പവർ 5 ഇഞ്ച് ഡിസ്പ്ലേയിലാണ് ഇത് വിപണിയിൽ എത്തുന്നത്. 720 പിക്സൽ റെസല്യൂഷൻ ആണ് ഇതിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിരിക്കുന്നത്. 1 GHz ക്വാഡ് കോർ മീഡിയാടെക് പ്രോസസറിലാണ് ഇതിന്റെ പ്രവർത്തനം. 2 GB റാം, 16 GB ഇന്റേണൽ മെമ്മറി, 128 GB മെമ്മറി കാർഡ് വഴി വർദ്ധിപ്പിക്കാവുന്ന മെമ്മറി പവർ എന്നിവ ഇതിന്റെ മറ്റ് സവിശേഷതകളാണ്. ആൻഡ്രോയിഡ് മാർഷ്മാലോ 6ൽ പ്രവർത്തിക്കുന്ന ഇത് 4G സപ്പോർട്ടോടുകൂടിയാണ് വിപണിയിൽ എത്തുന്നത്. 8 മെഗാപിക്സലിന്റെ പിൻ ക്യാമറയും 5 മെഗാപിക്സലിന്റെ മുൻ ക്യാമറയുമാണ് ഈ ഫോണിൽ ഉള്ളത്.
3500 mAh ബാറ്ററി ലൈഫാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഷവോമിയുടെ റെഡ്മി 4A 13 മെഗാ പിക്സലിന്റെ പിൻ ക്യാമറയും കൂടാതെ 5 മെഗാ പിക്സലിന്റെ മുൻ ക്യാമറയും ഈ ഫോണിലുണ്ട്. 3120 mAh ബാറ്ററി ലൈഫും ഇത് കാഴ്ചവെക്കുന്നു. 5 ഇഞ്ചിന്റെ HD ഡിസ്പ്ലേ ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ആൻഡ്രോയിഡ് 6.0 ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. 4G, വോൾട്ട്, വൈഫൈ, ബ്ലൂടൂത്ത് 4.1, GPS, IR പോർട്ട് എന്നിവ ഇതിന്റെ മറ്റ് സവിശേഷതകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഈ ഒരു വിലയ്ക്ക് ഈ മൊബൈൽ ഫോൺസ് എങ്ങനെയാണ് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്നും നിങ്ങൾക്ക് ഈ വിലയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഫോൺസ് വാങ്ങിക്കാവുന്നതാണ്. സോ അടുത്ത അറിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.